കുറേ നല്ല ഫ്രെയിംസ് മറ്റുള്ളവരെടുത്തത് കണ്ടാൽ നമുക്കും ഒത്തിരിയേറെ പ്രചോദനം ഉണ്ടാകും നല്ല നല്ല ഫ്രെയിംസ് ഉണ്ടാക്കാനായിട്ട്. ആദ്യം പറഞ്ഞതനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവരുടെ ഫോട്ടോസ് കാണുക, അവരെങ്ങനെയാണ് ഒരു ഫ്രെയിമിനെ ഡീൽ ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് ഇന്ന് ഡിജിറ്റലിൻ്റെ കാലമല്ലേ, എത്ര ഫോട്ടോസ് വേണമെങ്കിൽ എടുക്കാം, ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്യാമറ കൊണ്ടും നമ്മുടെ മൊബൈൽ കൊണ്ടും കുറേ ഫ്രെയിംസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ഫ്രെയിംസ് ഉണ്ടാക്കിയിട്ട് എൻ്റെ കണ്ണിന് ഇമ്പമുള്ളതും എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നതുമായ നല്ല ഫ്രെയിംസ് ഞാൻ എടുത്തിട്ട് ഒന്ന് നോക്കി കാണുമ്പോൾ, മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് പരിചയമുള്ളവരടുത്ത് അഭിപ്രായം ചോദിക്കുമ്പോൾ എനിക്ക് നല്ല നല്ല സജഷൻസ് കിട്ടും എൻ്റെ ഫ്രെയിമിനെ കുറിച്ച്. അങ്ങനെ നല്ല ഫ്രെയിംസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയിൽ ഒത്തിരി നല്ല ഫ്രെയിംസ് ഉണ്ട്, കളർഫുൾ ഫ്രെയിംസ് ഉണ്ട്, ലൈഫ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫ്രെയിംസ് ഉണ്ട്. മാത്രമല്ല ചിന്തിപ്പിക്കുന്ന നല്ല ഫ്രെയിംസ് ഉണ്ട്. അത് കണ്ടെത്താനായിട്ട് ഏറ്റവും നല്ല ഒരു ഒബ്സർവറായി മാറണം. പ്രകൃതിയുടെ ഏറ്റവും നന്നായി ഒബ്സർവ് ചെയ്യുന്ന വ്യക്തിയാകുക. എന്നിട്ട് ഈ ഫ്രെയിംസിനെ എൻ്റെ ക്യാമറയിൽ, എൻ്റെ മൊബൈലിൽ പകർത്താനായിട്ട് പരിശ്രമിക്കുക. എന്നിട്ട് ഈ ഫ്രെയിംസ് എന്ത് നമ്മളോട് പറയുന്നു എന്ന് കേൾക്കുക.